നോക്ക് എന്ന് പറയുന്ന ഒരു കൊച്ചു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. ഒരു ദൈവാലയത്തിൻ്റെ പുറത്തുള്ള ഒരു ഭിത്തിയിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഒരു വിശുദ്ധ ബലിപീഠം ഉണ്ടായിരുന്നു, ഒരു കുരിശുണ്ടായിരുന്നു, ഒരു കുഞ്ഞാടുണ്ടായിരുന്നു. ഈ അത്ഭുതകരമായ ദൃശ്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ദൈവമായ കർത്താവ് 15 പേരെയാണ് തിരഞ്ഞെടുത്തത് എന്നാണ് പറയുന്നത്. 2 മണിക്കൂറിലധികം ഈ ദർശനം നീണ്ടുനിന്നു എന്നാണ് പറയുന്നത്. അമ്മ പ്രത്യക്ഷപ്പെട്ടത് ദൈവാലയത്തിന് പുറത്താണ്. അമ്മയുടെ നോട്ടം ദൈവാലയത്തിലെ പ്രധാന കവാടത്തിലേക്കായിരുന്നു. അമ്മയുടെ സന്ദേശം പുറത്തു നിൽക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ ഓരോരുത്തരും, മറിച്ച് അകത്തേക്ക് ചേർന്ന് നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അകത്തേക്ക് ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ ബലിപീഠത്തിനോട് അടുത്ത് നിൽക്കുക. ക്രിസ്തുവിൻ്റെ ബലിയർപ്പണത്തിൻ്റെ പ്രാധാന്യമാണ് ഈ നോക്കിലെ നിശബ്ദ സാന്നിധ്യത്തിലൂടെ അമ്മ നമ്മോട് വിളിച്ചു പറയുന്നത്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് അത്രയ്ക്ക് കേട്ട് സുപരിചിതമല്ലാത്ത അയർലൻഡിലെ നോക്ക് എന്ന് പറയുന്ന ഒരു കൊച്ചു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. നോക്കിലെ മാതാവ് എന്നാണ് ഈ അമ്മ അറിയപ്പെടുന്നത്. ഈ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ മറ്റ് ഇടങ്ങളിലൊക്കെ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഒറ്റയ്ക്കാണ്. പക്ഷെ ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഒറ്റയ്ക്കല്ല. അമ്മയ്ക്ക് 2 പേര് കൂട്ടിനുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരാൾ പരിശുദ്ധ അമ്മയുടെ വിരക്തപതിയായ വിശുദ്ധ യൗസേപ്പിതാവ്, മറ്റൊരാൾ കുരിശിന് താഴെ അമ്മയുടെ കൂട്ടിനുണ്ടായിരുന്ന വിശുദ്ധ യോഹന്നാൻ. ഈ വിശുദ്ധ യോഹന്നാനും വിശുദ്ധ യൗസേപ്പിതാവും പരിശുദ്ധ അമ്മയും നോക്ക് എന്ന പ്രദേശത്തെ വിശുദ്ധ യോഹന്നാൻ്റെ നാമധേയത്തിലുള്ള ഒരു ദൈവാലയത്തിൻ്റെ പുറത്തുള്ള ഒരു ഭിത്തിയിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഭിത്തിയിൽ ഒരു സിനിമ കാണുന്നത് പോലെ ഇവർ 3 പേരും പ്രത്യക്ഷപ്പെടുകയാണ്. അവരുടെ 3 പേരുടെയും മുമ്പിലായി ഒരു വിശുദ്ധ ബലിപീഠം ഉണ്ടായിരുന്നു, ഒരു കുരിശുണ്ടായിരുന്നു, ഒരു കുഞ്ഞാടുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ നോക്കിലെ മാതാവിന് ഒരു പ്രത്യേകതയുണ്ട്. മറ്റിടങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാതാവിന് പറയാനുണ്ടായിരുന്നു. ഇവിടെ മാതാവിനൊന്നും പറയാനില്ലായിരുന്നു. അതുകൊണ്ട് മുമ്പിലുണ്ടായിരുന്ന ആളുകൾക്കൊന്നും കേൾക്കാനില്ലായിരുന്നു. അവർക്ക് വെറുതെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, അയർലൻഡിലെ നോക്കിലെ മാതാവിനെ ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാം. നോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം മുട്ടുക എന്നാണ്. അതായത് ദൈവാലയത്തിന് പുറത്തുള്ള ഭിത്തിയിൽ ഈ വിശുദ്ധാത്മാക്കൾ പ്രത്യക്ഷപ്പെട്ട് ദൈവാലയത്തിൻ്റെ പ്രധാന കവാടത്തിലേക്ക് ഇങ്ങനെ നോക്കി നിന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മലയാളത്തിൽ നോക്ക് അല്ലെങ്കിൽ നോക്കുക എന്നൊരർത്ഥം കൂടെയുണ്ട്. ഈ അത്ഭുതകരമായ ദൃശ്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ദൈവമായ കർത്താവ് 15 പേരെയാണ് തിരഞ്ഞെടുത്തത് എന്നാണ് പറയുന്നത്. ഈ 15 പേരിൽ 5 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള ആളുകൾ ഈ ഒരു ഗണത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 2 മണിക്കൂറിലധികം ഈ ദർശനം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. ഈ ദർശനം നീണ്ടു നിന്നപ്പോൾ ആ ദർശനത്തിൽ പങ്കെടുത്തവർ ഒരു അണുവിട വ്യത്യാസമില്ലാതെ ഈ 2 മണിക്കൂറിലധിക സമയവും ഈ വിശുദ്ധമായ ദർശനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. പ്രിയമുള്ളവരെ, ഒന്നും ഉരിയാടാതെ ഒന്നും പങ്കുവയ്ക്കാതെ നിശബ്ദമായി ഈ അമ്മ വിശുദ്ധ യൗസേപ്പിതാവിനോടും വിശുദ്ധ യോഹന്നാനോടും കൂടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പിന്നിൽ വലിയൊരു സന്ദേശം പകർന്നു നൽകുന്നുണ്ട്. അമ്മ പ്രത്യക്ഷപ്പെട്ടത് ദൈവാലയത്തിന് പുറത്താണ്. അമ്മയുടെ നോട്ടം ദൈവാലയത്തിലെ പ്രധാന കവാടത്തിലേക്കായിരുന്നു. അമ്മയുടെ സന്ദേശം പുറത്തു നിൽക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ ഓരോരുത്തരും, മറിച്ച് അകത്തേക്ക് ചേർന്ന് നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അകത്തേക്ക് ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ ബലിപീഠത്തിനോട് അടുത്ത് നിൽക്കുക. ക്രിസ്തുവിൻ്റെ ബലിയർപ്പണത്തിൻ്റെ പ്രാധാന്യമാണ് ഈ നോക്കിലെ നിശബ്ദ സാന്നിധ്യത്തിലൂടെ അമ്മ നമ്മോട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് പ്രതീകാത്മകമായി ഒരൾത്താരയും ഒരാട്ടിൻകുട്ടിയും ഒരു കുരിശും അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം നമ്മെ ദൈവാലയത്തിനകത്തേക്ക്, നാം പലവിധ കാരണങ്ങളാൽ ദൈവാലയത്തിന് പുറത്തു പോയിട്ടുണ്ടാകും, ദൈവാലയത്തിനകത്തേക്ക് അൾത്താരയുടെ മുന്നിലേക്ക് നമ്മെ ക്ഷണിക്കുക. ആ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിച്ച് ബലിയർപ്പണത്തിൽ ആഴമായ ബോധ്യത്തോടെ പങ്കെടുക്കാനായിട്ട് ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പാം, കണ്ണുകളടക്കാം. പിതാവായ ദൈവമേ, അങ്ങേ പുത്രനായ ക്രിസ്തുനാഥൻ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ
ബലിയായി അർപ്പിക്കപ്പെട്ടപ്പോൾ ആ ബലി അനുദിനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അർപ്പിക്കപ്പെടുമ്പോൾ ആ ബലിയർപ്പണത്തിൽ യോഗ്യതയോടുകൂടെ പങ്കെടുത്ത് ആ ബലി ആസ്വദിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് പ്രത്യേകമായി ഒരുക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.